ഈ വീഡിയോ ഞങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോണത് 5 കിലോ ആടുകുറുമയാണ്. അതിനിവിടെ നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ 5 കിലോ ആടിലേക്ക് 2.5 കിലോ സവാളയാണ്. ആ സവാള നമ്മൾ ഇത് കൊത്തിയരിഞ്ഞ സവാള, അത് ചെറുതാക്കി നല്ലപോലെ അരിഞ്ഞ സവാളയാണ്. അത് നമ്മൾ വേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ട് നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മൾ ഉള്ളി കൊത്തി അരിഞ്ഞതിട്ടിട്ട് അത് നല്ല ഒരു ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇറച്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഇഞ്ചി ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളതിലേക്ക് 5 കിലോ ആടാണ് കുറുമ വെക്കുന്നത്. നമ്മൾ ഓർഡർ പ്രകാരമാണ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പാകത്തിന് വെള്ളവും ഒക്കെ ഒഴിച്ച് അവിടെ തയ്യാറാക്കി അടച്ചിട്ട് ഇങ്ങനെ നല്ലോണം വഴറ്റിയിട്ട് പിന്നെ നല്ല ഇളക്കി വഴറ്റിയതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുരുമുളക് പൊടി ഒക്കെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി നല്ലോണം വേവാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ നമ്മൾ പച്ചമുളക് കീറിയിടുക, ഉപ്പ് പോരായി നല്ലോണം ഇളക്കി അടുപ്പത്ത് ഇട്ടിട്ട് അടച്ച് വെക്കുക. അപ്പം നിങ്ങൾ ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കണം. അതിങ്ങനെ ആരെങ്കിലും ഓർഡർ തന്നാൽ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ അതിലൊരു 10 പച്ചമുളക്, കുരുമുളക് പൊടിയൊക്കെ നന്നായി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, കുറുമക്കറി ആവശ്യമുള്ളത് ഓർഡർ ചെയ്യുക. അതിൽ നമ്മൾ എൻ്റെ മേലായിട്ട് ഒരു 10 പച്ചമുളകും ചീന്തിയിടും. മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. തയ്യാറായി ഞങ്ങൾ മൂടി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നന്നായി മൂടി അടച്ച് പച്ചത്തേങ്ങ 5 എണ്ണം, ഒരു 100 അരച്ച് ചേർക്കണം. കറി റെഡി.